കേരളത്തിലെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിനോട് അടുത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു കോളേജ് പരിചയപ്പെടുത്താമെന്നുള്ളത്. ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലുള്ള നത്തം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന NPR കോളേജ് ഓഫ് നഴ്സിംഗ്, NPR കോളേജ് ഓഫ് അലൈഡ് സയൻസസിന് മുന്നിലാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, നഴ്സിംഗ്, അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ നടത്തുന്ന കോളേജ്. അപ്പൊ ഇത്രയും കോഴ്സുകൾ നടത്തുന്ന ഒരു വലിയൊരു ഗ്രൂപ്പാണ് NPR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു കോളേജിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന NPR നഴ്സിംഗ് കോളേജിന്റെ ബ്ലോക്കിന് മുന്നിലാണ്. ഏകദേശം 4 നിലകളായിട്ട് ഏറ്റവും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഈ ഒരു നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഉള്ളിലേക്ക് കയറി ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ലാബ് ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഫൗണ്ടേഷൻ ലാബ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മെഡിക്കൽ സർജിക്കൽ ലാബുകളും നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. കുട്ടികൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് കിട്ടുവാനായിട്ട് OBG ലാബുകൾ, അതായത് മാറ്റർണിറ്റി ലാബുകളും പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിന്റെ ലാബുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലാബുകളാണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ പ്രീ ക്ലിനിക്കൽ ലാബുകൾ, അനാട്ടമി, ഫിസിയോളജി തുടങ്ങിയുള്ള ലാബുകൾ, വീണ്ടും വിശാലമായിട്ടുള്ള എക്സാമിനേഷൻ ഹാള്, അതോടൊപ്പം തന്നെ നല്ലൊരു ന്യൂട്രീഷൻ ലാബ്, വീണ്ടും വിശാലമായിട്ടുള്ള ലൈബ്രറി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈടെക് ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ലൈബ്രറിയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലാസ് റൂമുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് NPRന്റെ ക്യാമ്പസിന്റെ ഉള്ളിലാണ്. നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ക്യാമ്പസാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആർട്സ് ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് ഉണ്ട്. ഇതുകൂടാതെ IAS അക്കാഡമി, അങ്ങനെയുള്ള വലിയൊരു ക്യാമ്പസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും വിശാലമായിട്ടുള്ള ക്യാമ്പസ് നമുക്ക് വളരെ ചുരുക്കം ചില കോളേജുകളിൽ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കേരളത്തിന് ഏറ്റവും അടുത്തുള്ള ഒരു സ്പോട്ട് എന്ന നിലയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് NPR കോളേജ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിശാലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് കാണാനായിട്ട്, വളരെ ഗ്രീനറി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ഇതിന്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് NPRന്റെ സ്പോർട്സ് കോംപ്ലക്സിലാണ്. നമുക്കറിയാം, ഒരു നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കരിക്കുലം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതിൽ തന്നെ ഈ സ്പോർട്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ഈ പറയുന്ന NPRന്റെ സ്റ്റേഡിയം നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സ്പോർട്സ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഏരിയാസ് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസിങ് പിറ്റുകൾ കാണാൻ പറ്റും. വോളിബോൾ ഗ്രൗണ്ട്, ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഓപ്ഷൻസ് ഈ പറയുന്ന പോലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എൻഹാൻസ് ചെയ്യുക, കുട്ടികളുടെ മറ്റുള്ള കഴിവുകളും കൂടെ എൻഹാൻസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. NPRന്റെ ക്യാമ്പസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള ഏകദേശം 100 ഏക്കർ വരുന്ന ഒരു വലിയൊരു ക്യാമ്പസാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എഞ്ചിനീയറിംഗ്, ആർട്സ്, അതുപോലെ തന്നെ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള കോഴ്സുകൾ ഈ ഒരു ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു ക്യാമ്പസ് ഫെസിലിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗ്രീനറി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊടൈക്കനാലിലൊക്കെയുള്ള റൂട്ടിലാണ്. അതുകൊണ്ട് പളനി ഹിൽസിന്റെ താഴെയായിട്ടാണ് ഈ ഒരു വിശാലമായിട്ടുള്ള NPRന്റെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഗ്രീനറി അറ്റ്മോസ്ഫിയറും നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത്. അങ്ങനെ ടോപ്പ് ക്ലാസ്സിലുള്ള ഒരു ക്യാമ്പസും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ അത്ലറ്റിക് ഗ്രൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പസിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ബോയ്സിനും ഗേൾസിനും ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഈ ഒരു ക്യാമ്പസിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ കഫറ്റീരിയ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കഫറ്റീരിയ ആണ്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ മെനൂസ് എല്ലാം തന്നെ ഈ ഒരു കഫറ്റീരിയയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു അടിപൊളി ക്യാമ്പസ് ആയിട്ടാണ് എനിക്ക് NPR ക്യാമ്പസ് ഫീൽ ചെയ്തത്. അങ്ങനെ റോഡ് മാർഗമോ ട്രെയിൻ മാർഗമോ ഒക്കെ നമുക്ക് ഡിണ്ടിഗലിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡെയിലി ട്രെയിൻ സർവീസസും ഒക്കെ ഡിണ്ടിഗലിലേക്കുണ്ട്. അങ്ങനെ NPRൽ എത്തിച്ചേരാൻ എളുപ്പവുമാണ്. കേരളത്തിനടുത്ത് നല്ലൊരു നഴ്സിംഗ് കോളേജാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ് NPR കോളേജ്. കാരണം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള കുട്ടികൾക്ക് ഏകദേശം 5 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കോളേജാണ് NPR കോളേജ്. അപ്പോൾ ഇവിടെയുള്ള ഫെസിലിറ്റീസ്, അതുപോലെ മികച്ച അധ്യാപകർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിയുമ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് NPRൽ BSc നഴ്സിംഗ്, BSc പാരാമെഡിക്കൽ കോഴ്സുകളായിട്ടുള്ള MLT, ATOT, അതുപോലെ കാർഡിയാക് കെയർ, ഇങ്ങനത്തെ ഉള്ള കോഴ്സുകൾ നിങ്ങൾ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.
അപ്പോൾ സ്കോളർഷിപ്പോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.